പടം കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല തേങ്ങ അരച്ച നല്ല ഓറഞ്ച് നിറത്തിലുള്ള ഫിഷ് കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ നന്നായി കഴുകി വൃത്തിയാക്കിയ മീനാണ്. ഏത് ടൈപ്പ് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തായിട്ട് ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ ഏകദേശം 1 കപ്പോളം തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അരപ്പ് തയ്യാറാക്കുവാനായിട്ട് നമുക്ക് 1 കപ്പ് തേങ്ങയിലേക്ക് 3 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കാശ്മീരി മുളക് പൊടിക്ക് പകരം 2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഏകദേശം 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഇത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അരയ്ക്കാവുന്നതാണ്. നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കണം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചെടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1/4 കപ്പോളം ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുള്ളി ഒന്ന് കുഞ്ഞായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ചെറിയ ഉള്ളി എന്ന് പറയുന്നത് ഇച്ചിരി വലുതാണ്, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടുണ്ട്. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഈ കല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. കല്ലില്ല എങ്കിൽ നിങ്ങൾക്ക് സാധാരണ മിക്സർ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. പക്ഷെ കല്ലിലൊക്കെ ഒന്ന് ചതച്ചുണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ കല്ലുള്ളവർ കല്ല് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇപ്പം നോക്കൂ, ഇതൊക്കെ നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട്. അടുപ്പത്തൊരു ചട്ടി വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുവന്ന ഉള്ളി കൂടി ക്രഷ് ചെയ്ത് ആ മിക്സ് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ് കിട്ടാൻ നല്ലത്. അതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വെളിച്ചെണ്ണയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവ് അനുസരിച്ച് 2-3 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം കറിവേപ്പില കൂടി ചേർക്കാം. എത്ര കറിവേപ്പില വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ പിച്ചി ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ചേർക്കുവാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴണ്ട് കിട്ടുവാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഒന്ന് വഴണ്ട് നല്ല ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് വരണം. അതോടൊപ്പം ആ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പച്ച മണമൊക്കെ കൂടി മാറി കിട്ടുകയും കൂടെ വേണം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതായിട്ട് വഴണ്ട് ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ചെറിയ തക്കാളി കൂടി നമുക്ക് ചേർക്കാം. ഇത് അടച്ചു വെച്ച് നമുക്ക് ഈ തക്കാളി ഉടയുന്നിടം വരെ വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് മഷി പോലെ അരച്ച് ആ കോക്കനട്ട് പേസ്റ്റ് കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട്. എന്നാലേ ആ കോക്കനട്ടിൻ്റെ പച്ച സ്വാദൊക്കെ മാറത്തുള്ളൂ. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിക്കാൻ, അല്ലെങ്കിൽ തേങ്ങയൊക്കെ അടിക്ക് പിടിച്ച് പോകും. ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഏകദേശം പച്ച സ്വാദൊക്കെ മാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് ആവിയൊക്കെ കയറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ മിക്സി കഴുകി ഒഴിക്കാം. ഈ നേരത്തെ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന കുടംപുളി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ തക്കാളി ചേർക്കുന്നതുകൊണ്ട് അധികം കുടംപുളിയുടെ ആവശ്യമില്ല. ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കൂടി ചേർക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വരുവാൻ അനുവദിക്കുക. അപ്പോൾ തിളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മളുടെ മീൻ കഷ്ണം ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം. മീൻ കഷ്ണമൊക്കെ ഈ വെള്ളത്തിനകത്ത് മുങ്ങിക്കിടക്കണം. അതുപോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഇത് ഏകദേശം 3/4 ഭാഗം മാത്രം അടച്ചു വെച്ച് വേവിക്കുക. ഇല്ലെങ്കിൽ ഇതെല്ലാം തിളച്ച് വെളിയിൽ പോകും. ഇടയ്ക്ക് ഇതുപോലെ എടുത്ത് ചുറ്റിച്ച് കൊടുക്കുകയും വേണം.
മീൻ കറി നമ്മൾ ഇളക്കാൻ പാടില്ല, അതിന് പകരം ചുറ്റിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. സ്പൂണൊക്കെ ഇട്ട് ഇളക്കുവാണെങ്കിൽ ഫിഷൊക്കെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചുറ്റിക്കണമെന്ന് പറയുന്നത്. ഏകദേശം ഒരു 8-10 മിനിറ്റായി നമ്മളുടെ മീനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, അതുപോലെ തന്നെ 2 വറ്റൽമുളക് ചെറുതായി മുറിച്ചതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് താളിച്ചെടുക്കാം. ഈ താളിച്ചെടുത്തത് ഈ ഫിഷ് കറിയുടെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് കുറച്ച് നേരം വെക്കണം. അപ്പോൾ നല്ലൊരു മണമൊക്കെ ഫിഷ് കറിയിലോട്ട് ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ തേങ്ങ അരച്ച ഫിഷ് കറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും എൻ്റെ ബൈ. സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടോ എങ്കിൽ പ്ലീസ് ആ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. താങ്ക് യു.